ഇതൊക്കെയാണ് ആ പ്രകമ്പനത്തിൽ നമ്മൾ താരങ്ങൾ എല്ലാവരും അഭിനയിച്ച് തകർത്തിരിക്കുന്നത് എന്നതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളോടൊപ്പം കൂടിയിരിക്കുകയാണ് IMA ഹാളിൽ. അപ്പോൾ എല്ലാവരെയും ഞാൻ എല്ലാ മീഡിയ സുഹൃത്തുക്കളെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മളോടൊപ്പം എൻ്റെ പ്രൊഡ്യൂസർ ശ്രീജി സാർ ഉണ്ട്, അതുപോലെ തന്നെ ആക്ടേഴ്സ് ഗണപതി, അതുപോലെ ഡയറക്ടർ വിജേഷിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നദികളിൽ സുന്ദരി യമുന എന്ന് പറയുന്ന നോട്ടബിൾ ആയിട്ടുള്ള ഒരു ചിത്രം ചെയ്തതിന് ശേഷം ഇതിൻ്റെ തന്നെ കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഒരു കാസ്റ്റിംഗിൽ വലിയൊരു സെലക്ഷൻ നടത്തിയിട്ടുണ്ട്. അമീൻ, സുബിൻ, ഇങ്ങനെ കുറേയധികം, സനീഷ്, അങ്ങനെയുള്ള. പിന്നെ നമ്മളുടെ ഒരു കുട്ടി താരമാണ്, അതേ കണ്ടോ അവിടെ ഇരിപ്പുണ്ട്. ഒരു ഒറ്റ പെൺകുട്ടിയുള്ളൂ കണ്ടോ, ഒറ്റ ഒരു പെൺകുട്ടി ശീതല്ല. അതുപോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സാഗർ സൂര്യ. സാഗറിന്റെ പ്രകടനം അതിൽ എല്ലാവരും എപ്പോഴും പറയുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇവരുടെ കഥാപാത്രങ്ങൾ, എന്താണ്? ഹായ്, ഇതൊക്കെ തന്നെ എനിക്കും പറയുള്ളൂ. ജാനുവരി 30 റിലീസ് ആവാനായി ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ നിങ്ങളെല്ലാവരും കണ്ട് ഇവിടെ ഇരിക്കാനായിട്ട് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഈ ഫിലിമിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ 3 പേരാണ്. അപ്പോൾ ഇവർ 3 പേരുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ പെന്തേരയായിട്ട് ഞാൻ മാത്രമല്ല, ഇതിൽ 2-3 ക്യാരക്ടേഴ്സും കൂടെ ഉണ്ട്. ഗായത്രി, അനഘ, കുറച്ച് പേരും കൂടെ ഉണ്ട്. സന്തോഷമുണ്ട്. ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ഫണ്ണായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷനായിരുന്നു പ്രകമ്പനത്തിൻ്റെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അത് തിയേറ്ററിൽ വരുമ്പോൾ കാണാൻ പറ്റും. ഇനി ഞാനായിട്ട് അത് അടിപൊളി എന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും 30-ാം തീയതി വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല റിവ്യൂ തരണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. സിനിമയിലെ നിരന്തരിക്കാണ് ഇൻഫ്ലുവൻസേഴ്സ്, വലിയ താരങ്ങൾക്കൊപ്പം അതിന് വലിയ താരങ്ങളായിട്ട് നമ്മളെല്ലാവരെയും ആകർഷിക്കുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ് നമ്മുടെ സിനിമയിൽ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റിലീസ് ഷോ 10:15 തുടങ്ങും. അപ്പൊ നിങ്ങളൊക്കെ ഇൻവൈറ്റ് ചെയ്യുകയാണ് അതിലേക്ക്. ഇപ്പോഴേ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവരുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് റിപ്പോർട്ടുകളൊക്കെ നല്ല ഗംഭീരമായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം. ഇപ്പോൾ ഈ പാട്ടും കാര്യങ്ങളും ഒക്കെ വൈറലാക്കിയതുപോലെ എൻ്റെ ന്യൂസുകളെല്ലാം നിങ്ങൾ ചെയ്തതുപോലെ ഷോ കാണുവാനും വരണം. കണ്ടിട്ട് അതിനുള്ള റെസ്പോൺസും ഞങ്ങൾ അതിന് ശേഷമുള്ള തിയേറ്ററുകളിൽ പോകുന്നതുമൊക്കെ, ഇപ്പോൾ കോളേജുകളിൽ പോകുമ്പോൾ ഒട്ടുമിക്ക കുറേയധികം മീഡിയാസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ റിലീസിന് ശേഷം ഇതിൻ്റെ ഒരു റിസൾട്ട് അറിഞ്ഞതിന് ശേഷം അതിനും കൂടെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ആവശ്യമാണ്. ഭയങ്കര സന്തോഷം എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നത് തന്നെ. ഈ പടത്തെ പറ്റി ആധികാരികമായിട്ട് എല്ലാവരും സംസാരിച്ചു. എൻ്റെ പ്രൊഡ്യൂസർ ശ്രീതേട്ടനാണെങ്കിലും സുധീഷ് ചേട്ടനാണെങ്കിലും വിജയ് ചേട്ടനാണെങ്കിലും ഒക്കെ സംസാരിച്ചതിന് കൂടുതൽ ഇതിനെ പറ്റി എന്ത് പറയുന്നതിന് ഞാൻ അർത്ഥമില്ല. അത് നിങ്ങൾ തന്നെ കണ്ട് അത് വിലയിരുത്തണം. പക്ഷെ നമ്മുടെ മനസ്സിൽ വലിയൊരു പ്രതീക്ഷയുണ്ട്. അതിനെക്കാട്ടും വലിയ പ്രതീക്ഷ ഓഡിയൻസിന് കിട്ടുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം. പടത്തിൻ്റെ ട്രെയിലറാണെങ്കിലും ടീസറാണെങ്കിലും ഇറങ്ങിയ സോങ് ആണെങ്കിലും എല്ലായിടത്തും എത്തുമ്പോൾ വലിയൊരു ചർച്ച സിനിമയ്ക്ക് ഉള്ളിലുണ്ട്. ഈ പടം നന്നായി വന്നിട്ടുണ്ടെന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെ ഇടയിലുണ്ട്. ആ ഒരു ചർച്ച 30-ാം തീയതി ഇറങ്ങുമ്പോൾ എല്ലാ ഓഡിയൻസിനും അത് കണക്ട് ആവട്ടെ, എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുന്ന വലിയൊരു സിനിമയായി മാറട്ടെ. നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവും എന്നുള്ള ധൈര്യത്തിൽ നമ്മൾ 30-ാം തീയതി പടക്കുകയാണ്. അത്രയേ ഉള്ളൂ. നമസ്കാരം. ഞാനും ഇതുപോലെ ഫ്ലവേഴ്സ് പോലുള്ള ചാനൽ ഷോസിലൂടെ മിമിക്രിയൊക്കെ ചെയ്തിട്ടാണ്, അതുപോലെ നാടകങ്ങളൊക്കെ ചെയ്താണ് കലാപ്രവർത്തനങ്ങൾ തുടങ്ങിയത്. പിന്നെ ഒരു 4 സിനിമ ചെയ്തതിന് ശേഷമാണ് പല്ലി എന്ന് പറഞ്ഞൊരു ചാനൽ തുടങ്ങിയത്. അതിലൂടെയാണ് ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്ദുചേട്ടൻ വിളിച്ചിട്ട്, എടാ വിജേഷ് എന്ന് പറഞ്ഞിട്ട് ഡയറക്ടർ വിളിക്കും, ഒന്ന് സംസാരിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതിനുശേഷം വിജേഷ് ചേട്ടൻ വിളിച്ചു, കൊച്ചിയിലേക്ക് വരാൻ പറഞ്ഞു. കൊച്ചിയിൽ വന്ന് കഥയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു വേറെ ആരോ ചെയ്യാൻ വെച്ചൊരു കഥയാണെന്ന് ചോദിച്ചൊരു ക്യാരക്ടർ പറഞ്ഞപ്പോൾ, അപ്പോൾ ഞാൻ വിജയ് ചേട്ടനോട് ചോദിച്ചു ഇതാരാ ചെയ്യുന്നത്, അപ്പിനോടൊന്നും നീയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഒരു ധൈര്യമില്ല. കാരണം നമ്മൾ റീലൊക്കെ ചെയ്യുന്നത് നമ്മൾ പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഓൺ കണ്ടന്റാണ്. അപ്പം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് പുള്ളിയുടെ വലിയൊരു സ്ക്രിപ്റ്റാണ്, വലിയൊരു ക്യാരക്ടറാണ്. എത്രമാത്രം ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. എല്ലാവരും ജനുവരി 30-ന് തിയേറ്ററിൽ ചെന്ന് കണ്ട് വിലയിരുത്തുക, തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഓടിയിരിക്കുന്ന സമയത്താണ് സ്ക്രിപ്റ്റുമായിട്ട് വിജേഷ് വരുന്നത്, സുധീഷേട്ടനുമായിട്ട്. കുറേ സ്ക്രിപ്റ്റുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒറ്റ ഇരിപ്പിൽ തന്നെ എനിക്ക് വായിച്ച് തീർക്കാൻ പറ്റിയ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സബ്ജക്റ്റ് വന്നത് ഇതായിരുന്നു. ഞങ്ങൾ കുറേ സാധനങ്ങൾ നോക്കിയതായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിലേക്ക് പെട്ടെന്ന് തന്നെ എൻ്റർ ആവുകയും ആക്ച്വലി നവംബറിൽ കണ്ടു, ജനുവരിയിൽ ഓണായി, ഡിസംബറിൽ തന്നെ ഓണായി. അതെ, അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് സംഭവിച്ചത്. പിന്നെ ഇത് എല്ലാവരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ രോമാഞ്ചം അങ്ങനത്തെ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കമ്പാരിസൻ്റെ ആവശ്യമില്ല. യൂത്ത് വൈബ് പടമാണ്, വളരെ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡയറക്ടറായാലും ആക്ടേഴ്സ് ആയാലും ക്യാമറ ആയാലും ടെക്നീഷ്യൻസ് എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് ടോട്ടലി
നല്ലൊരു ഔട്ട്പുട്ടായിട്ട് തന്നെ വന്നിട്ടുണ്ടെന്ന് നമ്മൾ കോൺഫിഡൻ്റ് ആണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും സാധനങ്ങളെല്ലാം ത്രൂ ഔട്ട് നമ്മളും ഇനിയും ഇതേപോലെ തന്നെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ നിർമ്മാതാവായത്, അപ്പം ഇത്ര വർഷത്തെ യാത്രകളിൽ കുറച്ച് സിനിമകൾ ചെയ്യാൻ അവസരം കിട്ടി. പക്ഷേ ഈ സിനിമയ്ക്ക് ഇനി വളരെ പ്രത്യേകതയുണ്ട്. എൻ്റെ കൂടെയുള്ള ശ്രീജിത്ത്, അദ്ദേഹം എല്ലാവരും ഈ ഒരു സിനിമയുടെ ആത്മാവ് അറിഞ്ഞുകൊണ്ട് അവരുടെ ഭാഗത്തും ചെയ്യാവുന്ന മാക്സിമം ഈ സിനിമയ്ക്ക് ആസ് എ പ്രൊഡ്യൂസർ ചെയ്തിട്ടുണ്ട്. എൻ്റെ കൂടെ ഇവർ, പിന്നെ ആർട്ടിസ്റ്റ്, ഡയറക്ടർ, എല്ലാവരും, റൈറ്റർ, ഒരു പുതിയൊരു നല്ല ടീമിൻ്റെ കൂടെ ഇത്രയും ചെറുപ്പക്കാരെ വർക്ക് ചെയ്തപ്പോൾ ഞാൻ തന്നെ ഒരു 10 വയസ്സ് കുറഞ്ഞവരെങ്കിൽ ഫീൽ ചെയ്യുന്നു. ഇത് യൂത്തിന് വളരെ ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. കാരണം ഇതിൻ്റെ സബ്ജക്റ്റിൻ്റെ ഒരു നോട്ട് വളരെ നോവൽറ്റി ഉള്ള ഒരു സംഭവമാണ്. സാധാരണ ഇങ്ങനെ ഹൊറർ കോമഡി പല കാറ്റഗറി വന്നിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി നല്ലൊരു ഫ്രഷ് എലിമെൻ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് പറ്റുന്നതെന്ന് മനസ്സിലാവും. നിങ്ങൾ മീഡിയക്കാരൊക്കെ ഇതുവരെ നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്തു. ഇനിയുള്ള ദിവസങ്ങളിലും ഈ ചിത്രത്തെ മഹാവിജയമാക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും വേണം. ഹായ്, ഒരുപാട് സന്തോഷം, അതുപോലെ തന്നെ ടെൻഷനും ഉണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഇതുപോലൊരു വലിയ പടത്തിൽ ഇത് എനിക്കൊരു മെയിൻ റോളാണ് എനിക്ക് വിജയ് ചേട്ടൻ തന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഞാനും സുബ്രഹ്മണ്യനും ഒക്കെ വീഡിയോസ് ചെയ്ത് എങ്ങനെയാലും സിനിമയിൽ എത്തണം എന്നും പറഞ്ഞു വന്നതാണ്. ഇപ്പോൾ പുറത്തുള്ളവർക്കൊരു ചിന്തയുണ്ട്, ഈ വീഡിയോസ് ചെയ്യുന്നവന്മാർ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ സിനിമയിലോട്ട് എടുത്തിടുന്നത് റീച്ചിന് വേണ്ടിയിട്ടാണ്. പണ്ട് എങ്ങനെയാണോ ഈ മിമിക്രിയൊക്കെ ചെയ്ത ആൾക്കാർ വന്നത്, അതുപോലെയാണ് ഇപ്പം ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ സിനിമയിലെത്തുന്നത്. അപ്പം അത് ഈ ഒരു സിനിമ കൊണ്ട് മാറും. കാരണം ഒരിക്കലും റീച്ചിന് വേണ്ടിയിട്ടല്ല കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള എന്നെയും സുബ്രഹ്മണ്യനെയൊക്കെ ഈ പടത്തിൽ പിടിച്ചിട്ടിരിക്കുന്നത്. കാരണം വലിയ റോളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതെന്തായാലും ഈ പടം കണ്ടത് മാറും. പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരുപാട് സ്പോട്ട് ഇംപ്രവൈസേഷൻ നമുക്ക് ഇവരെല്ലാവരും നമുക്ക് ചെയ്യാനും പറ്റി. അപ്പോൾ ഈ പടം വലിയൊരു വിജയമാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞാൻ ഈ പറഞ്ഞ കണ്ടൻറ്റൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റ് ഏതാണ് എന്നുള്ളൊരു ചെറിയൊരു ബോധ്യമുണ്ട്. കാരണം എല്ലാ ആഴ്ച നമ്മൾ കണ്ടൻറ്റുകൾ ഇറക്കുന്നതാണ്. അപ്പോൾ ഇത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് നല്ല ഉറപ്പുണ്ട്. നമസ്കാരം. ആദ്യം തന്നെ എല്ലാവരോടും നന്ദി പറയുന്നു ഇവിടെ നമുക്ക് വേണ്ടി എത്തിച്ചേർന്നതിൽ. പറയുന്ന പോലെ തന്നെ എനിക്ക് ഇവർ വന്ന സ്ക്രിപ്റ്റ് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വളരെ ഒരു പ്രത്യേകതയുള്ള ഒരു സബ്ജക്റ്റായിട്ട് തോന്നി. പ്രകമ്പനം ശ്രീഹരി വിജേഷും കൂടെയായിരുന്നു ഈ പടം എഴുതിയത്. വളരെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് ഈ പടം. അതുപോലെ തന്നെ ഷൂട്ടും ചെയ്തിട്ടുണ്ട്. പ്രൊഡക്ഷൻ ആണെങ്കിൽ പോലും ശ്രീധരനായാലും സുധീഷേട്ടൻ മീശമാധവൻ പോലൊരു സൂപ്പർ ഹിറ്റ് പടങ്ങളൊക്കെ ചെയ്ത് അത് കഴിഞ്ഞ് നമ്മളെപ്പോലൊരു ചെറിയ യൂത്ത് ആൾക്കാരോട് വന്നിട്ട് ഒരു പടം ചെയ്യുകയാണ്. പക്ഷേ എന്നാൽ പോലും പുള്ളി എപ്പോഴും നമ്മളടുത്ത് വന്നത് വളരെ പ്രസൻറ്റായിട്ട് എനർജിയോടെ നമ്മളിവിടെ ഒരു മുഖത്തൊരു പ്രശ്നമൊന്നും ഒരു കാണിക്കാതെ നമ്മളോട് ഹാപ്പി ആയിട്ടാണ് ഈ ഷൂട്ട് പൂർത്തിയാക്കിയത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ സ്റ്റോൺ ബെഞ്ച് പ്രൊഡക്ഷൻ, കാർത്തികേയൻ, നവരസ. അപ്പോൾ ആദ്യം പ്രൊഡ്യൂസറോടും നന്ദി പറഞ്ഞുകൊണ്ട് ഡയറക്ടറോടും റൈറ്ററോടും എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ 30-ാം തീയതി വരെയാണ് തിയേറ്ററിൽ. ഇപ്പോൾ വന്ന് എല്ലാ എന്താ പറയണ്ടേ, ഇതിൻ്റെ ട്രെയിലറായാലും പാട്ടായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയും സ്വീകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം 30-ാം തീയതി എല്ലാവർക്കും തിയേറ്ററിലോട്ട് കാണാം. ഹായ്, നമസ്കാരം. ഇപ്പം നമ്മുടെ പടം ഈ വരുന്ന 30-ന് 2 ദിവസമേ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക. തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെയധികം എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ് പ്രകമ്പനം. ഇതൊന്ന് യുവന്മാരുടെ റിയൽ ലൈഫിലേക്കാളും കൂടുതൽ ടഗ് വൈബുകൾ നിറഞ്ഞുകൊണ്ട് ഒരു അർമാദം കമിച്ചിട്ടൊരു പടം തന്നെയാണ് പ്രകമ്പനം. തീർച്ചയായിട്ടും ഇത് എല്ലാവരും പ്രകമ്പനം കൊള്ളിക്കും ഒരു വാക്ക് വരുന്നു. കാരണം കഴിഞ്ഞ എൻ്റെ പടത്തിന് കിട്ടിയ നല്ലൊരു സ്വീകരണം കിട്ടിയിരുന്നു. എനിക്ക് അതിനേക്കാളും നല്ലൊരു ഉറപ്പുണ്ട് ഈ പടത്തിൽ. പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം ടെൻഷൻ ഉണ്ടോ, പടം ഇറങ്ങാൻ പോകാൻ ടെൻഷൻ ഉണ്ടോ എന്ന്. പ്രൊഡ്യൂസേഴ്സിൽ ഇതിൻ്റെ കോ പ്രൊഡ്യൂസേഴ്സ് തന്നെ കുറേ ആൾക്കാരുണ്ട്. അവർക്ക് കാണുമ്പോൾ ചോദിക്കും ടെൻഷൻ ഉണ്ടോ. ഒരു ടെൻഷൻ ഇല്ല എന്നാണ് ഞാൻ അവരോട് പറയുന്നത്. ഒരു ടെൻഷനും, വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് 100% ഉറപ്പുണ്ട് ഇത് എന്തായാലും ശ്രദ്ധിക്കപ്പെടാവുന്ന പടമാണെന്നുള്ളത്. കാരണം അത്രത്തോളം ഇതിലെ ആക്ടേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ പടം എഴുതിയിട്ട് ഏകദേശം ഒരു 6 മന്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പടം.
വേറൊരു പടം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ അത് കുറച്ച് നീണ്ടുപോയ സമയത്ത് എന്നാൽ പിന്നെ ചെറിയൊരു പടം എന്നുള്ള രീതിക്ക് ചെറിയൊരു പടം എന്നുള്ള രീതിക്കാണ് ഇതിന് കൺസേൺ ചെയ്ത് നമ്മൾ വന്നത്. പക്ഷേ അത് വന്ന് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിലെത്തി, ശ്രീധരനായാലും സുധീഷേട്ടനായാലും കാർത്തിക് സാറിൻ്റെ കയ്യിലെത്തി കഴിയുമ്പോൾ ഇതൊരു വലിയൊരു സിനിമയായി മാറി. വരും ദിവസങ്ങൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അറിയും ഇതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്. അത് ഞാനിവിടെ റിവീൽ ചെയ്യുന്നില്ല. അതെന്തായാലും അത് പ്രൊഡ്യൂസർ തന്നെ റിവീൽ ചെയ്യും. ആദ്യം തന്നെ ഞാൻ ഡയറക്ടറിനോടും പ്രൊഡ്യൂസറിനോടും ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. കാരണം ചെറിയൊരു മൊബൈൽ സ്ക്രീനിൽ കൊള്ളുന്ന രീതിയിലൊരു വീഡിയോ ചെയ്ത് നിൽക്കുന്ന എന്നെയും അമീനെയും സനീഷിനെയും പോലെയുള്ള വ്യക്തികളെയൊക്കെ ഇതുപോലുള്ള വലിയ കഥാപാത്രങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കാൻ അവർ കാണിച്ചൊരു മനസ്സ്, അതിനാണ് ഞാൻ ആദ്യം നന്ദി പറയുന്നത്. കാരണം പലർക്കും ഇങ്ങനൊരു ഡൗട്ടുണ്ട്, ഇതുപോലെ റീൽസൊക്കെ ചെയ്യുന്നത് നമ്മൾ ആ റീൽസിൻ്റെ മീറ്റർ ആയാലും ഇപ്പോൾ സ്റ്റേജ് ഷോയിൽ കാണിക്കുന്ന മീറ്റർ ആണെങ്കിലും സിനിമയിലുള്ള മീറ്റർ ആണെങ്കിലും എല്ലാം പലതാണ് ആക്ടിങ്ങിൻ്റെ. അപ്പം റീൽസിൽ നമ്മൾ കുറച്ച് സ്പീഡായിട്ടായിരിക്കും സംസാരിക്കുന്നത്, അതായിരിക്കത്തില്ല സിനിമയിൽ വേണ്ടത്. പക്ഷേ നമുക്ക് നമ്മുടെ കപ്പാസിറ്റി മനസ്സിലാക്കി ഇപ്പോൾ ഒരു നല്ല ഡയറക്ടറാണെന്നുണ്ടെങ്കിൽ ചെയ്യിപ്പിച്ചെടുക്കാം, അപ്പോൾ ഓക്കെ ആണെങ്കിൽ ചെയ്യിപ്പിച്ചെടുക്കാം എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മളെ സിനിമയിൽ വിളിച്ച് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച് നല്ലൊരു കഥാപാത്രം തന്നു നമ്മളത് അഭിനയിച്ച് കഴിഞ്ഞിട്ട് ഡബ് ചെയ്യുന്ന സമയത്ത് സ്ക്രീനിൽ കാണുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഒരു ആദ്യത്തെ ചവിട്ടുപടിയാണ്, വിജയം എന്നതിൻ്റെ ആദ്യത്തെ ചവിട്ടുപടിയായിട്ട് ഞാൻ കാണുന്നു. ഈ പടം 100% വിജയിക്കും. ഇതിപ്പോൾ നമ്മൾ അഭിനയിച്ചത് കൊണ്ടും നമ്മൾ പ്രവർത്തിച്ച ഒരു സിനിമ ആയതുകൊണ്ട് ഞാൻ പറയുന്നതല്ല. നമ്മളിപ്പോൾ ഞാൻ ഒരുവിധമുള്ള എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാ സിനിമയും വ്യക്തിപരമായിട്ട് കണ്ട് എൻ്റേതായ രീതിയിലുള്ളൊരു അഭിപ്രായം ഞാൻ പറയാറുമുണ്ട്. അപ്പോൾ ഈ സിനിമ എനിക്ക് 100% ഉറപ്പാണ് വിജയിക്കുക എന്നുള്ളത്. നിങ്ങളെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. കാരണം ഒരുപാട് പുതുമുഖങ്ങളുണ്ട് ഈ സിനിമയിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്കും മുൻനിരയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. താങ്ക് യു സോ മച്ച്. ഹായ്, നമസ്കാരം. ഇപ്പോൾ നമ്മുടെ പടം ഈ വരുന്ന 30-ന് 2 ദിവസമേ ഉള്ളൂ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ പടം കാണുക. തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെയധികം എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ് പ്രകമ്പനം. ഇതൊന്ന് യുവന്മാരുടെ റിയൽ ലൈഫിലേക്കാളും കൂടുതൽ തഗ് വൈബുകൾ നിറഞ്ഞുകൊണ്ട് ഒരു അർമാദം കമിച്ചിട്ടൊരു പടം തന്നെയാണ് പ്രകമ്പനം. തീർച്ചയായിട്ടും ഇത് എല്ലാവരും പ്രകമ്പനം കൊള്ളിക്കും ഒരു വാക്ക് വരുന്നു. കാരണം കഴിഞ്ഞ എൻ്റെ പടത്തിന് കിട്ടിയ നല്ലൊരു സ്വീകരണം കിട്ടിയിരുന്നു. എനിക്ക് അതിനേക്കാളും നല്ലൊരു ഉറപ്പുണ്ട് ഈ പടത്തിൽ. പല ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട്, ഇപ്പം ടെൻഷൻ ഉണ്ടോ, പടം ഇറങ്ങാൻ പോകാൻ ടെൻഷൻ ഉണ്ടോ എന്ന്. പ്രൊഡ്യൂസേഴ്സിൽ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കുറേ ആൾക്കാരുണ്ട്, അവർക്ക് കാണുമ്പോൾ ചോദിക്കും ടെൻഷൻ ഉണ്ടോ. ഒരു ടെൻഷൻ ഇല്ല എന്നാണ് ഞാൻ അവരോട് പറയുന്നത്. ഒരു ടെൻഷനും, വളരെ ഹാപ്പിയാണ്. കാരണം എനിക്ക് 100% ഉറപ്പുണ്ട് ഇത് എന്തായാലും ശ്രദ്ധിക്കപ്പെടാൻ പടമാണെന്നുള്ളത്. കാരണം അത്രത്തോളം ഇതിലെ ആക്ടേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സ്റ്റോറി ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ പടം എഴുതിയിട്ട് ഏകദേശം ഒരു 6 മന്തിൻ്റെ ഉള്ളിലാണ് ഒരു പടം. വേറൊരു പടം ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയിൽ അത് കുറച്ച് നീണ്ടുപോയ സമയത്ത് എന്നാൽ പിന്നെ ചെറിയൊരു പടം എന്നുള്ള രീതിക്കാണ് ഇതിന് കൺസേൺ ചെയ്ത് നമ്മൾ വന്നത്. പക്ഷേ അത് വന്ന് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിലെത്തി, ശ്രീധരനായാലും സുധീഷേട്ടനായാലും കാർത്തിക് സാറിൻ്റെ കയ്യിലെത്തി കഴിയുമ്പോൾ ഇതൊരു വലിയൊരു സിനിമയായി മാറി. വരും ദിവസങ്ങൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും അറിയും ഇതിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടാകും എന്നുള്ളത്. അത് ഞാനിവിടെ റിവീൽ ചെയ്യുന്നില്ല. അതെന്തായാലും അത് പ്രൊഡ്യൂസർ തന്നെ റിവീൽ ചെയ്യും.